സതീശോ എന്താണ് ഇറങ്ങി വരാൻ ഇത്ര താമസം? ഞാൻ കടം കൊടുക്കാനുള്ള ആരെങ്കിലും വിളിക്കുക. കടം കൊടുക്കാനുള്ള എടാ നിന്റെ അമ്മായിച്ചൻ ചന്ത വെച്ച് പട്ടി കടിച്ച്. അയ്യോ പട്ടി കടിച്ചാ? പിന്നെ എന്നിട്ട് ചെറുതായിട്ട് പേ ഉണ്ടോന്നൊരു സംശയം ഉണ്ട്. അമ്മായിച്ചനല്ല ഈ പട്ടിക്ക്. എടാ ഒന്നാമത് അങ്ങനെ സ്വഭാവം അറിയാം. മനുഷ്യന്റെ അടുത്ത് കടിച്ചു കയറുന്ന സ്വഭാവമാണ്. പട്ടി കൂടെ കടിച്ചു കഴിഞ്ഞുള്ള അവസ്ഥ. ഈ പട്ടിയെ പിന്നെ ആരും കണ്ടിട്ടില്ല, അതാണ് ഏറ്റവും വലിയ വിഷയം. പട്ടി പിന്നെ മാഞ്ഞു പോയത്. മാഞ്ഞു പോയെന്ന് പറയുമ്പോൾ അത് നാക്കിൽ നിന്ന് ഒരേ പതയൊക്കെ ഇങ്ങനെ പോയത്. ചന്തയിൽ സ്ഥിരം കാണുന്ന പട്ടി തന്നെയാണോ? അല്ലെന്ന് അല്ലേ? അതാണല്ലേ പ്രശ്നം. നീ അത് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും കേട്ടാ. എടാ അയാൾ ആശുപത്രി പോകുന്നില്ലേ? ആശുപത്രി പോകുന്ന ആകെന്നെ പറഞ്ഞിട്ട് പുള്ളി വരണ്ടേ? നീ എന്തിന് പട്ടി കടിച്ചിട്ട് വല്ല വേപ്പട്ടിയും കടിച്ചിട്ട് ഇങ്ങോട്ട് വന്ന് കയറുന്നത്? നീ ഒരു കാര്യം ചെയ്താൽ നീ വലിയൊരു ഉപകാരമാണ് ചെയ്തത്. ഓടി വന്ന് പറഞ്ഞില്ല, അതിന് ഒരുപാട് നന്ദി. നന്ദിയൊക്കെ അവിടെ ഇരിക്കട്ടെ. നീ വൈകുന്നേരം ഒരു 1 ലിറ്റർ KGF മേടിച്ചു തന്നെ. KGF അല്ലാതെ KDF. എന്തു ആയിക്കോട്ടെ, ഞാൻ പോയി മെമ്പറിനോട് കാര്യം പറഞ്ഞിട്ട് വരാം. എടി ഇവിടെ ഇറങ്ങി വാടി. ലിപ്സ്റ്റിക് ഇട്ടോണ്ടിരിക്കുക. എടി ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് നീ എവിടെ? നീ ഇവിടെ ഇറങ്ങി വാടി. ഒന്നും ഒരു അത്യാവശ്യ കാര്യം പറയാൻ നിൽക്കുമ്പോ എന്തുവാ? അതെ നീ ലിപ്സ്റ്റിക് വിട്ട് ഒരുങ്ങി കെട്ടി നീ എവിടെ പോവാ? ഞാൻ വേസ്റ്റ് കൊണ്ട് കളയാൻ. വേസ്റ്റ് കൊണ്ട് കളയാൻ വേണ്ടി എന്തിനാ ഒരുങ്ങി പോണത്? നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാം. വേസ്റ്റ് കൊണ്ട് കളയുന്ന സ്ഥലത്തെ ക്യാമറ വെച്ചിട്ടുണ്ട്. അതുവഴി കാണുന്നവർക്ക് കാണുമ്പോഴത്തേക്ക് ഇച്ചിരി വൃത്തിയൊക്കെ വേണ്ടേ? എടി ഞാനൊരു കാര്യം പറയാം. അച്ഛനെ പട്ടി അടിച്ചു. അയ്യോ പള്ളിക്കകത്ത് കയറി അച്ഛനെ പട്ടി അടിച്ചു. പള്ളിയിൽ അച്ഛനല്ല, നിന്റെ അച്ഛനെ പട്ടി അടിച്ചെന്ന്. എന്റെ അച്ഛനെ പട്ടി അടിച്ചു. എന്നിട്ട് എവിടെ എന്ത് പറ്റി പറ. എനിക്കറിയാൻ മേലത്. എനിക്കെന്താ അങ്ങനെ അവിടെ എല്ലാരും പറഞ്ഞത് ആശുപത്രി അയാൾ പോകാറ് ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്. ഇങ്ങോട്ട് വരണോ? വേറെ ഒന്നും അല്ല വിഷയം. ആ പട്ടി അവിടെ നേരത്തെ കണ്ടിട്ടില്ലാത്തൊരു പട്ടിയാണ്. വായിക്കൂടെ നിറയും പറയാൻ വന്നു നടക്കുന്ന പട്ടിയാണ്. പേ ഉണ്ടോന്നൊരു സംശയം ഉണ്ടെന്ന്. വെറുതെ ആവശ്യമില്ലാത്തൊക്കെ പറയണ്ട. അങ്ങനെയൊന്നും ഇല്ല. വെറുതെ നിന്റെ അച്ഛൻ അങ്ങോട്ട് ചന്ത ചെന്ന് കയറിട്ട് പട്ടി അടിച്ചാൽ ഞാൻ എന്താ പഠിച്ചു? നിങ്ങൾ സംസാരിച്ചത് അച്ഛൻ എവിടെ നിന്ന് പോയി അന്വേഷിക്കുക. എന്തെങ്കിലും ചെയ്യൂ. അയാൾ ഇങ്ങോട്ട് വരട്ടെ. അയാളിഞ്ഞ് വരും. നീ അതുകൊണ്ട് റെഡി അടിക്കണ്ട. നീ ഒരു കാര്യം ചെയ്യും. അച്ഛൻ വരുന്നു. നിന്റെ അച്ഛൻ സൂചിച്ചാണല്ലേടി വരുന്നത്. ഞാൻ പറഞ്ഞേ ആശുപത്രി പോകാൻ പറഞ്ഞോണം. ഇവിടെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അകം കൊള്ളും. താഴെ വെച്ചാൽ അച്ഛൻ ഞാൻ എടുത്തോളാം. അതെ ഇപ്പൊ അങ്ങനെ അല്ല, ചൂടുവെള്ളത്തിൽ കഴുകണം. അല്ല പച്ചക്കറി സ്വഭാവം മാറ്റിക്കരുത് കേട്ടോ. ആശുപത്രി പോകാൻ പറയടി. ഇവിടെ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളയാന്ന്. അച്ഛനെ പേടിയാണ്. ഞാൻ പറയത്തില്ല. നിങ്ങക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ചെന്ന് പറ. രാജേന്ദ്രൻ 16 ചായക്കട നടത്തുന്ന പ്രസാദ് 17. കടം മേടിച്ചിട്ട് പേരെഴുതി വെക്കുന്നതായിരിക്കും. അറിയില്ല, നിങ്ങളുടെ പേര് എഴുതി വെച്ചിട്ടുണ്ടാവും. ഞാൻ ചോദിക്കാം. എന്തുവാ ചെയ്ത? കോട്ടുവായിട്ടതാ. നാള് വരെ കോട്ടുവായിട്ടാ. ഇത്ര ഉള്ളായിരുന്നു. ഇന്നിപ്പോ പട്ടി ഓരി ഇടുന്നതായിട്ട് തോന്നിയില്ലേ? അതെ വളച്ചിട്ടില്ലാത്ത കാര്യം പറയാം. എനിക്ക് അതാ ഇഷ്ടം. പറ. ചന്തയിൽ വെച്ച് എന്തെങ്കിലും സംഭവിച്ചായിരുന്നോ? അവൾ ഇങ്ങോട്ട് വന്ന് മുട്ടിയതാ, ഞാൻ അങ്ങോട്ട് പോയി മുട്ടിയതല്ല. അല്ല പെണ്ണുങ്ങളെ മുട്ടി ആരെയല്ല ചോദിച്ചത്. പട്ടി കടിച്ചായിരുന്നു. ഒരു സംശയമുണ്ട്. സംശയം വേണ്ട. പട്ടി നല്ല രീതിയിൽ കടിച്ച് പിടിച്ചോണ്ടിരുന്നു. ഞാൻ കാല് വിട്ട് കുറഞ്ഞിട്ട് അത് വിട്ടില്ല. പിന്നെ പട്ടിയുടെ കക്ഷത്ത് 2 ഇക്കിളി ഇട്ടപ്പോഴത്തേനും അത് വാ തുറന്നു. അത് ഇറങ്ങി ഓടിക്കളഞ്ഞു. എന്റെ പൊന്നച്ചാ, ഈ പട്ടി കടിച്ച സമയത്ത് അച്ഛൻ ആ കാല് കൊണ്ട് ഒരൊറ്റ അടി വെച്ചു കൊടുക്കാൻ മേലായിരുന്നോ? എന്റെ പൊന്നുകുഞ്ഞ് ഉറങ്ങിക്കിടന്ന ഒരു പട്ടിയായിരുന്നു. അത് ഉറങ്ങിയോന്നറിയാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ടച്ച് ചെയ്താണ് വാരി വലിച്ചെന്നെ കടിച്ചു കളഞ്ഞു. അപ്പൊ ചെന്ന് കയറി കൊടുത്തതാ. ഞാനൊരു കാര്യം പറയാം. ഞാൻ സംശയം തോന്നല്ലേ, പേ ഉണ്ടോന്നൊരു സംശയമുണ്ട്. ഉണ്ട് സംശയം. പുള്ളി സ്ഥിരീകരിച്ചു. നീ ഒരു കാര്യം വണ്ടി വിളി നമുക്ക് ആശുപത്രി പോവാം. എനിക്ക് വയ്യ. നീ എത്ര രൂപ ഇടുന്നേ? ഗൂഗിൾ പേ ഉണ്ടോ ചോദിച്ചു. ഗൂഗിൾ പേ ഉണ്ടോന്നല്ല, അച്ഛാ പട്ടിക്ക് പേ ഉണ്ടോന്നൊരു സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ കടിച്ചിട്ടുണ്ട് അച്ഛന് പേ ഉണ്ടോന്നൊരു സംശയമുണ്ട്. എടാ നീ എന്താ വിവരക്കട പറഞ്ഞത്? അച്ഛനൊന്നും ഇല്ലടാ. തോണ്ടിയത് സാധാരണ തോണ്ടുന്നില്ലേ എന്നെ? സാധാരണ തോണ്ട് നടക്കൂലാണോ? പിന്നെ ഇപ്പൊ പട്ടി അടിച്ചിട്ട് വന്നില്ലേ? അതുകൊണ്ട് അല്ല സിനിമയ്ക്ക് പോയിട്ട് വന്നില്ലല്ലേ? അപ്പൊ വിഷം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യും. നഖം വിട്ട് അല്ലെങ്കിൽ ആരും തുടരുത്. അത് കാര്യം ക്ലിയർ ചെയ്ത് തുടണ്ട. നീ മാറിക്കേ. നിനക്ക് ഇച്ചിരി വിവരം ഉണ്ടല്ലോ. എന്തെങ്കിലും ഒരു ലക്ഷണം കാണിക്കുന്നുണ്ടോ എന്നെ? എല്ലാ രോഗത്തിനും ഓരോ ലക്ഷണങ്ങളുണ്ട്. ഉദാഹരണത്തിന് കൊറോണയ്ക്ക് എന്താണ് ലക്ഷണം? എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ രുചി കാണത്തില്ല. അതുപോലെ തന്നെ നടുവേദന ഉണ്ടാവും. നമ്മുടെ പല്ലുവേദനയ്ക്ക് എന്താ ലക്ഷണം? പല്ലുവേദന. മൂത്രത്തെ കല്ലിന് എന്താണ് ലക്ഷണം? എനിക്ക് വന്നിട്ടില്ല. എനിക്ക് വന്നിട്ടുണ്ട്. മുട്ടും പക്ഷെ പോകത്തില്ല. അങ്ങനെ ഓരോരുത്തരും ഓരോ ലക്ഷണം കാണിക്കും. എന്തൊക്കെ എന്തെങ്കിലും ലക്ഷണം കാണിക്കുന്നുണ്ടോ?
ഈ ലക്ഷണം കെട്ടവർക്ക് ലക്ഷണം കാണിക്കാറില്ലെന്ന് പറയുന്നത് അടിച്ചേരി ഞാൻ കേട്ടോ. അല്ല ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. ഞാൻ പറയാം അച്ഛൻ മര്യാദയ്ക്ക് ആശുപത്രി പോകാൻ നോക്കുന്നത്. എന്തെങ്കിലും ലക്ഷണം കേൾപ്പടാ അവിടുന്ന്. അല്ല എന്തോ ലക്ഷണം എന്ന് പറഞ്ഞ് ഇവിടെ പിള്ളേരൊക്കെ ഉള്ളതാണ്. എന്താ നീ നിന്റെ വീട്ടിൽ പോയി കിടക്ക്. ഇത് തന്നെയാണ് കുഴപ്പം. എന്തെങ്കിലും ഒരു കാര്യം ഞാൻ മുഖം കറുത്ത് പറഞ്ഞാൽ ഉടനെ ഞാൻ അച്ഛൻ വീട്ടിൽ കിടക്കുന്നതിന്റെ കുഴപ്പം. ഈ മീശ ഞാൻ താത്തിട്ടേക്കുന്നത് എന്ന് എന്റെ വീട്ടിൽ പോയി അന്ന് ഞാൻ പൊക്കും. മനസ്സിലായോ? അങ്ങനെ പറഞ്ഞല്ല മോനെ. തോട്ടരുതെന്ന് ഞാൻ പറഞ്ഞിട്ട് തുടരുതെന്ന്. എനിക്കൊരു കുഴപ്പമില്ലടാ. ഓട്ടെ അച്ഛൻ വീട്ടിൽ ഞാൻ പൊക്കോളാം. തീർന്നല്ലേ? അല്ലേ നീ കേട്ടോണ്ടിരുന്നില്ലേ? അല്ല നീ കേൾപ്പോ. ഞാൻ പോകും. എനിക്കിവിടെ പക്ഷെ ഒരു കാര്യം ചെയ്യണം. ഒരു 100 രൂപ വണ്ടിക്കൂലി ഇടണം. സൂക്ഷിക്കണം. ഞാൻ പറഞ്ഞ കുഴപ്പമില്ല നീ പോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ആശുപത്രി പോവാന്ന്. എനിക്ക് അങ്ങനെ തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് ഞാൻ ഇവിടെ കാണത്തില്ല. ഞാൻ പൊക്കോളാം. നീ കയറി പോ. നീ ഇങ്ങോട്ട് വന്നേ. എന്തെങ്കിലും ലക്ഷണം ഇവിടെ കാണിച്ചാൽ അന്നേരമാണ് ഇവിടെ കിടന്ന് ഓടാൻ പോകും. മോളെ പോ മോളെ. ഒരു കുഴപ്പമില്ല. അച്ഛക്ക് ഒരു കുഴപ്പമില്ല. പാടിയാ നാഗം കൊള്ളാതെ. അയ്യോ അപ്പൂപ്പന്റെ ഉണ്ണിക്കുട്ടി അവിടെ പോയി കിടക്കുമായിരുന്നു. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പൊള്ളുന്ന വെയിലായപ്പം അവിടെ പോയി കളിക്കുവോ? കറുത്തു പോകത്തില്ലയോ? അപ്പൂപ്പ ബോണ്ടോ മേടിച്ചിട്ടുണ്ട് മക്കൾക്ക് കേട്ടോ. കഴിക്ക്. കഴിച്ച് ചൂട് പോണ്ടയാ. അപ്പൂപ്പൊരു കടിയാടാ. അപ്പൂപ്പൊരു കടിയാടാ. അപ്പൂപ്പൊരും വന്ന് അല്ല നിന്റെ വിയർപ്പ് കാർന്നില്ല. കടിക്കും ഞാൻ നിന്നെ കേട്ടോ. കടിക്കും ഞാൻ നിന്നെ. അങ്ങോട്ട് പോടാ. അങ്ങനെ തൊട്ടാ നീ എന്താണ് നിനക്ക് ഭ്രാന്താണോ? എന്തിനാ ചെറുക്കനെ കയറി പിടിച്ചത്? നാഗം വെട്ടണോ? നാഗം വെട്ടണം. അത് ചെറുക്കന് ഉമ്മ കൊടുത്തു. ഇങ്ങനെ ചെറുക്കനെ മാന്തി. എന്തിനാണ് മാന്തി? ബോണ്ടോ ഇല്ലെന്ന് അറിയാതെ എന്റെ കുഞ്ഞിനെ എന്തിനാ മാന്തിയത്? ഞാനൊരു ബോണ്ട മേടിച്ചു കൊടുത്തല്ലേടാ. അയ്യോ നീ കഴിച്ചാ? നിങ്ങൾ കഴിച്ചാ? നീയോ മേടിച്ചു കൊടുക്കുന്നില്ല. ഞാനെങ്കിലും മേടിച്ചു കൊടുക്കണ്ടേ? ഞാൻ മേടിച്ചു കൊടുക്കില്ല. നഖം വെട്ട്. ഒരു കാര്യം ചെയ്യ്. എന്റെ തള്ളവരലെ നഖം ഞാൻ വെട്ടിത്തരാം. ഏതെങ്കിലും ചന്ദ്രമുട്ടി കൊണ്ട് കത്തിച്ച് നിനക്ക് കാശ് തീർക്കാം. ഹിന്ദി ചൂടെ കളിക്കാൻ മര്യാദയ്ക്ക് നഖം വെട്ട്. ഇവിടെ കാര്യങ്ങൾ നടക്കത്തില്ല. ഞാനാണ് മെമ്പറാ. എപ്പോഴെങ്കിലും വന്നല്ലോ. എടാ പട്ടിയുണ്ടോ? പട്ടി ഇപ്പൊ ഇല്ല. ഭാവിയിലൊരു പട്ടി ഉണ്ടാവും. ഒരു പേപ്പട്ടി. എന്റെ വായു വല്ലോ കേൾക്കും കേട്ടോ. നീ മെമ്പർ ഞാൻ കവല വെച്ച് സംഭവം അറിഞ്ഞു. അത് കൊച്ചേട്ടാ. മെമ്പറേ എന്തുകൊണ്ട്? സുഖമാണോ? സുഖം. അയ്യോ വേണ്ട മെമ്പറെ പേടിക്കേണ്ട കേസില്ല. ചന്തയിൽ ഒരു പട്ടി കിടന്ന് ഞാൻ ചുമ്മാ ഇങ്ങനെ അടിച്ചു കൊടുത്ത് അത് ചെറുതായിട്ടൊന്ന് കമ്മിട്ടു. എത്രയോ ഉള്ളു. നിസ്സാര കാര്യമാണ്. ചമ്മിപ്പോയല്ലോ. എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി. ഞാനൊരു കേസ് പറയാം. ഇതിപ്പോ എങ്ങനെങ്കിലും ഏതെങ്കിലും ഒരു വൈദ്യനെയോ കാര്യങ്ങളോ ഒക്കെ വിളിച്ച് നമുക്ക് കാര്യങ്ങൾ ക്ലിയർ ചെയ്യണം. അതെ നമ്മുടെ അടുത്തൊരു വൈദ്യനുണ്ട്. കടിച്ച പട്ടിയെ വിളിച്ചു വരുത്തി വിഷം ഇറക്കുന്ന ഒരു വൈദ്യനുണ്ട്. അടിച്ച പട്ടിയല്ലല്ലോ പാമ്പല്ലേ? അത് രണ്ടും കടിക്കുന്നതാണല്ലോ. എന്തെന്ന് പറഞ്ഞാൽ ഇത് എന്തെങ്കിലും ഒന്ന് മെമ്പർ ഒന്ന് പറഞ്ഞ് ക്ലിയർ ചെയ്യും. അല്ലെങ്കിൽ ഇവിടെ ഈ നാട് മൊത്തം പേപ്പട്ടി വിഷയം ബാധിക്കണോ? ഇനിയിപ്പോ എന്നാ ചെയ്യണേ? മെമ്പർ ഇവിടുത്തെ മെമ്പർ ആണോ? വാർഡ് മെമ്പർ ആണോ? അതെന്നാ ചോദ്യം? ഞാൻ ഇവിടുത്തെ വാർഡ് മെമ്പർ ആണല്ലോ. ഈ വാർഡിൽ മുഴുവൻ പട്ടി ശല്യമായിട്ട് നടക്കുന്നത് നിങ്ങൾ ആരും അറിയുന്നില്ല. എന്റെ അച്ഛനെ പട്ടി കടിച്ചു. ഇപ്പൊ പട്ടി പെരുകുവാണ്. അതൊക്കെ നിങ്ങളൊക്കെ കാരണം. ഞാൻ കാരണോ? ഞാൻ എന്റെ തലയെ കൊണ്ടുപോയി. ഞാനെന്ത് ചെയ്തു? പട്ടി വരുവേ. നിങ്ങൾ കൊണ്ട് വേസ്റ്റ് ഇടുന്നില്ലേ? വേസ്റ്റ് കൊണ്ട തട്ടുന്നുണ്ടോ? ഈ പട്ടികളെല്ലാം കൂട്ടത്തോടെ ഇങ്ങ് വരും. വേസ്റ്റ് അങ്ങ് കടിക്കും. ഫുഡ് കഴിച്ചാൽ എല്ലാവരുടെ അവസ്ഥയാണല്ലോ. കുറച്ചു നേരം മയങ്ങും, ഉറങ്ങും, നഖം കടിക്കും. അതുപോലെ തന്നെ പട്ടി വന്ന് കിടക്കും. എല്ലാവരുമായിട്ട് കൂടും. അങ്ങനെ പെരുകി അങ്ങ് വരും. അപ്പൊ ഞങ്ങൾ വേസ്റ്റ് വേസ്റ്റ് ഇടുന്ന പ്രശ്നം. അപ്പൊ മെമ്പർ പട്ടിയുടെ സൈഡാ. എന്നാലും ഞാൻ ഒരു കാര്യം ആരോട് പറയാനാ ഇതൊക്കെ? ഞാൻ പോവാ. പട്ടി എന്ന് പറഞ്ഞാൽ നന്ദിയുള്ള മൃഗം അറിയാമോ? എന്നിട്ട് മെമ്പറുടെ വീട്ടിലെ പട്ടി മെമ്പറുടെ ഭാര്യയ്ക്കിട്ട് കടിച്ചല്ല. അത് എന്നോട് നന്ദി കാണിച്ചാ പട്ടി. അതാ പറഞ്ഞ നന്ദിയുള്ള മൃഗമാണ്. പട്ടിയുടെ നന്ദിയും കാര്യങ്ങളൊന്നും അല്ല. പട്ടിയുടെ മഹത്വം അല്ല. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? മെമ്പറിന്റെ പട്ടിയെ ഭയങ്കര ഇഷ്ടമായിരിക്കാം. കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് ഓഫീസിന്റെ ഫ്രണ്ടില് ഒരു പട്ടി ചത്ത് കിടന്നു. നിങ്ങൾക്ക് വൃത്തിയില്ല. നിങ്ങൾക്ക് വൃത്തിയില്ലാത്തതിന്റെ പേരാണ് അത് ചത്ത് കിടന്നു. ഒരു മനുഷ്യൻ വലിച്ചു കുഴിച്ചിടാനില്ലായിരുന്നു. അറിയാമോ? എന്നെ വിളിച്ചു മെമ്പർ. ഞാനാണല്ലോ മെമ്പർ. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോ ഇത് ഇങ്ങനെ കിടക്കുക. ഞാൻ പിന്നെ 500 രൂപയുടെ ഒരു 1/2 ലിറ്റർ മേടിച്ചു കൊടുത്ത് ഒരുത്തരെ കൊണ്ട് കുഴിച്ചിടിപ്പിച്ചു. പിറ്റേ ദിവസം ഒരു പൂച്ച ചത്ത് അവിടെ കിടക്കണം. ഞാൻ അതുപോലെ 500 രൂപ 1/2 ലിറ്റർ മേടിച്ചു കൊടുത്തു. ഉത്തരവാദിത്തമാണല്ലോ അതൊക്കെ. ഉത്തരവാദിത്തം. പിന്നെയാ ഞാൻ അറിഞ്ഞത് ഇത് യുവമാർക്ക് 1/2 ലിറ്റർ മേടിക്കാനുള്ള പണിയാന്ന്. ഓരോന്നെ തല്ലിക്കൊന്നിടണം. കാണിക്കുന്ന പരിപാടിയാണ് അതൊന്ന്. എന്തായാലും അവിടെ എന്തെങ്കിലും ഒന്ന് വന്ന് ക്ലിയർ ചെയ്യാൻ നോക്കുന്നേ. എന്തെങ്കിലും ലക്ഷം കണ്ണു ചുമന്നോ?
കണ്ണൊക്കെ ചുമക്കുന്ന എന്തോ ഒരു വശപ്പിശ കൊള്ളതാട്ടെ എനിക്ക് കാരണം പറഞ്ഞ പുള്ളിയുടെ ഒരു കോട്ടുവായടിയിലൊന്നും ശരിയൊന്നും അല്ല. ആണല്ലേ? ആ പുള്ളിക്കാണെങ്കിൽ പേടിയാ. ഈ ഇഞ്ചക്ഷനും കാര്യങ്ങളും ഒക്കെ ഭയങ്കര പേടിയായിട്ട് പിടിക്കാണ്. ആണല്ലേ? അതൊന്ന് പറഞ്ഞു മനസ്സിലാക്കണം. കണ്ടോ അകത്ത് മുരടിച്ച ഈ ഇഞ്ചക്ഷൻ എന്നൊക്കെ പറഞ്ഞ പേടിക്കേണ്ട കേസിലില്ല. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അത് പറയാം. എന്തോ ഗാനമേള നടന്നത്. ആ ഏജൻസിന്റെ ട്രെയിലർ. വാവ് വിളിച്ചതാ. ചേട്ടാ നാല് വരെ വാവ് വിളിക്കുന്ന ഇച്ചിരി ഉള്ളായിരുന്നു. ഇപ്പൊ എന്തൊക്കെ സൗണ്ട് പെടല്. പച്ചേട്ടാ അതൊന്നും പേടിക്കേണ്ട കേസില്ല കേട്ടോ. കുഴപ്പമില്ല. ഈ കുത്തിവെച്ച് നമ്മൾ ആശുപത്രി പോയ ചെറിയൊരു ഇഞ്ചക്ഷൻ ഉണ്ട്. എന്റെ മെമ്പറെ എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് എന്തെങ്കിലും ലക്ഷണം കാണിക്കണമെങ്കിൽ ഞാൻ മെമ്പറുടെ അടുത്തോട് വന്നോളാം. കുഴപ്പമില്ല. അത് ദൈവം നമുക്ക് പൂക്കള് തന്നേക്കണ എന്തിനാ? ഉമ്മ വെക്കാൻ. എനിക്ക് പട്ടി കടിച്ച പോയെന്നെ കണ്ടോ? എന്റെ പൊക്കിളിന് ചുറ്റും കുത്തിവെച്ച പാട് കണ്ടോ? അതുപോലെ ഉള്ളൂ. നമുക്ക് സ്ഥലമില്ല. കാണിച്ചേ. ആ ഇത് ഫാനിന്റെ റെഗുലേറ്റർ പോലെ ഇവിടെ അയ്യോ ചിരിക്കല്ലേ, എനിക്ക് ചിരി വരുന്നത്. അതെ ഞാനൊരു കേസ് പറയാം. എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞൊന്ന് ക്ലിയർ ചെയ്യും. എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടോ? ഈ മെമ്പർ ചോദിക്കുന്നതേ മറ്റെന്തെങ്കിലും അസ്വസ്ഥത, ഉദാഹരണത്തിന് ഈ കണ്ണ് ചുമന്ന് കിടക്കണ്ടല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. അത് ഈ നമ്മൾ പട്ടി കടിച്ചല്ലോ, ആ ടെൻഷനിൽ ജംഗ്ഷനിൽ പോയി ബാരി കയറി 2 അടിച്ചു. അതാ ഇങ്ങനെ ചുമന്ന് കിടക്കും. ഈ നാക്കേ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി വരുന്നതായിട്ട് തോന്നുന്നുണ്ടോ? ഇറങ്ങി വരുന്നതായിട്ട് തോന്നില്ല, ചൊറിഞ്ഞു വരുന്നുണ്ട് ഇവനോട് 2 പറയാനായിട്ട്. നീ പറഞ്ഞിട്ടാണോടാ വന്നേ? ഞാൻ ചോദിക്കട്ടെ, ഞാൻ അറിയിക്കണ്ടേ? നീ അറിയിക്കണം. ഞാൻ എനിക്ക് എന്തെങ്കിലും ഉണ്ട് ഞാൻ പറയാൻ പറഞ്ഞല്ലോടാ തന്നെ. എന്റെ കുഞ്ഞിനെയൊക്കെ കയറി പിടിക്കുകയാണ്. ആ അപ്പൊ ഞാനെന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെമ്പർ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാതെ ഞാൻ മെമ്പറെ പൊക്കോ കേട്ടോ. മെമ്പർ എന്റെ സ്വഭാവം മാറും, ഞാൻ പറഞ്ഞേക്കാം. എന്തോ ഒന്നുമില്ല. ഇപ്പൊ എന്തോ മെമ്പർ ഇയാൾക്ക് വിഷം ഉണ്ടോ ഇല്ല? ഞാൻ എങ്ങനെ സമാധാനത്തോടെ ഇവിടെ കിടന്ന് ഉറങ്ങും? വിഷം ഉണ്ടോന്ന് അറിയാനായിട്ട് ഒരു വകുപ്പ് എന്റെ കയ്യിലുണ്ട്. എന്തുപറ്റി? അതും കിടത്തുന്നുണ്ട്. ആ സർവേ കല്ല് നമുക്ക് നാരങ്ങാച്ചാറ് കൊടുത്ത് നോക്കിയാലോ? നാരങ്ങാച്ചാറ് കൊടുത്താൽ ശരിയാവൂല. മറ്റേ സാധനം ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ടോ കയ്യിൽ കൊടുക്കാൻ? പിന്നെ അതിന്റെ പേരിലായിരിക്കും സർവേക്കല്ലോ. സർവേക്കല്ലോ സർവേക്കല്ല് എന്തിന്? പട്ടികളി സാധാരണ നേരെ നടന്നു പോയാൽ എവിടെയാ മൂത്രം ഒഴിക്കാറ്? സർവേക്കല്ലില്ലേ? ഇങ്ങനെ കാല് പൊക്കി ഇവിടെ മൂത്രം ഒഴിക്കാറ്. സർവേക്കല്ല്. ഈ സർവേക്കല്ല് കണ്ട് നമുക്ക് ഒളിച്ചിരിക്കാം. പുള്ളി വന്ന് എന്താ ചെയ്യണമെന്ന് കാല് പൊക്കിയാൽ നമുക്ക് ആശുപത്രി കൊണ്ടാകാം. ആണോ? എന്നാ ഒരു കാര്യം ഇവിടെ വെക്കാം. അപ്പൊ പുള്ളി കാല് പൊക്കി കഴിഞ്ഞാൽ പുള്ളിക്ക് പേ ഉണ്ട്, പട്ടിയുടെ ശല്യം തുടങ്ങി എന്നുള്ളത് ഉറപ്പാണ്. വിളിക്കാം. അങ്ങോട്ടാ പോണേ. അത് ഉന്നം പിടിക്കാണ് കേട്ടോ. നോട്ടം ഓസ് വല്ലതും സംഘടിപ്പിച്ചിരുന്നോ? വേണ്ട വേണ്ട, കളയോന്നൊരു പട്ടിയുണ്ട്. ഞാൻ ഒരു ലക്ഷണം കാണിച്ചില്ലല്ലോ. എന്തോ വെച്ചില്ലേ? എടാ ഈ കെട്ടഴിഞ്ഞു പോയി അതൊന്ന് മുറുക്കി കെട്ടുമില്ലായിരുന്നു ഞാൻ. കെട്ടുമുറുക്കി കെട്ടിയാണോ? ആണെന്ന്. അല്ല വേറെ ഒന്നുമില്ലല്ലോ. ഞാൻ നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ, എനിക്ക് ഒരു അസുഖവും ഇല്ല. നാട്ടുകാരെ വിളിച്ചു വരുത്തി ഞാൻ പ്രാന്തനാക്കരുത് തന്നെ കൊണ്ടോ, ഞാൻ പറഞ്ഞേക്കാം. നഖത്തൊടലും ഒരസുഖമില്ല. എന്നാ പിന്നെ വിട്ടോ. ഒരു കാര്യമുണ്ട്. പേരെങ്ങനെയായിരുന്നു ഫുള്ള്? രാധാകൃഷ്ണൻ MP. രാധാകൃഷ്ണൻ MP. MP അല്ലേ, മെമ്പർ അല്ലേ? അതെ, MP ഇൻഷലാണ്. MP 19. നിന്റെ പേര്? സുമേഷ്. സുമേഷ് 20. ഓക്കെ. അറിയാമോ എന്തിനാ പേര് ചോദിക്കുന്നത്? എടാ പേ പിടിച്ചു കഴിയുമ്പോ കണ്ണ് കാണത്തില്ല, നാക്കിട്ട് ഇങ്ങനെ അടന്ന് അടിച്ചോണ്ടിരിക്കും. അപ്പൊ നമ്മൾ ജല്ലിക്കട വന്ന് നോക്കൂലോ, നോക്കുമ്പോ പുള്ളിക്ക് ആളെ മനസ്സിലാകിയല്ല. അപ്പൊ എഴുതി വെച്ച ഇത് വെച്ച് പുള്ളി അറിയാൻ വേണ്ടിയാണ് ഈ എഴുതി അതെന്തായാലും നല്ല കാര്യം കേട്ടോ. പേ പിടിച്ചാലും ആൾക്കാരെ മനസ്സിലാക്കാൻ വേണ്ടി എഴുതി വെക്കുന്നുണ്ടല്ലോ. അതിനു വേണ്ടിയല്ല ഞാൻ എഴുതി വെച്ചതാ. എന്നെ പട്ടി കടിച്ചല്ലോ, അഥവാ എനിക്ക് പേ ഇളകിയ ഓടിച്ചിട്ട് കടിക്കാനുള്ളവരുടെ ലിസ്റ്റാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. കേട്ടോടാ.